ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ അതായത് നവരാത്രിയുടെ 5-ാം ദിവസം ഞങ്ങൾ തൃശ്ശൂരിലെ ബൊമ്മക്കൊല്ലൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിയ സമയത്ത് കുറച്ച് അധികം ലേറ്റായ കാരണം കൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ തൃശ്ശൂർ പഴയ നടക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഈ ഒരു ബൊമ്മക്കൊല്ലു അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ അടച്ചു എന്ന് പറഞ്ഞു. 8 മണി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഈ സിനിമയിലും അല്ലെങ്കിൽ പാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ബൊമ്മക്കൊലു എന്ന് പറയുന്നത് ഫുള്ള് ദൈവത്തിൻ്റെ മാത്രം ഇങ്ങനെ രൂപങ്ങളായിരിക്കും എന്നൊക്കെയാണ്, സ്റ്റാച്യൂസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ദൈവത്തിൻ്റെ രൂപം മാത്രമല്ല കേട്ടോ, എല്ലാ ബൊമ്മകളായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഈ ഒരു ഇതിൽ ഇവരിങ്ങനെ പാർട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതാ തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത് ഇവിടുത്തെയാണ് തോന്നുന്നു. ഇതിൽ തന്നെ നമുക്ക് മോട്ടു പട്ലുവിനെ കാണാൻ പറ്റും. ഈ കാർട്ടൂണിലൊക്കെ ഉള്ള മോട്ടു പട്ലു ഇതേ ഉണ്ടാവും. ഞാനിങ്ങനെ ജസ്റ്റ് ഇരുന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോട്ടാ ഭീമിനെ കാണാം. പിന്നെ കുറേ ഇങ്ങനെ ലയൺ, ഈ ആനിമൽസ്, പിന്നെ അങ്ങനെ പലതും ദൈവങ്ങൾ മാത്രമല്ല കേട്ടുള്ളത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കണ്ടോ, സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മോട്ടു പട്ലുവിനെ കാണാം. അങ്ങനെ എനിക്ക് ആദ്യത്തെ അറിവാണ് ഇതിൽ ദൈവങ്ങളെ മാത്രമല്ല വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ കുറേ കണ്ടു കേട്ടോ. ഈ ഒരു സെക്ഷനിൽ അത് മാത്രമാണ്. പിന്നെ നെക്സ്റ്റ് സെക്ഷനിൽ ദൈവത്തിൻ്റെ മാത്രം ഉള്ളതുണ്ട്. പിന്നെ മൂന്നാമത്തെ സെക്ഷൻ, അങ്ങനെ ഒരു 3 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും കാണാത്തവരോ പോകാത്തവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കണ്ടു നോക്കൂ, നല്ല രസമാണ്. പക്ഷേ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി, ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് പൂങ്കുന്നത്ത് ഉണ്ടെന്ന് അറിഞ്ഞു, പിന്നെ വേറെ ഏതോ സ്ഥലത്തും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ പോയ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്, കാണാത്തവരൊക്കെ കണ്ടു നോക്കൂ കേട്ടോ. തുടരുതേട്ടമ്മ. ഈ ഒരു സെക്ഷൻ ഫുള്ള് ദൈവങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ദശാവതാരമൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ബൊമ്മകളെ വാങ്ങാൻ പറ്റും. ഇതിലൊരുവിധമെല്ലാം ബുക്കിംഗ് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ തട്ടുകളുണ്ടല്ലോ, ഇത് ഞാൻ കേട്ടിട്ടുള്ളത് ഒറ്റ സംഖ്യയിലാണ് തട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത്. ഇപ്പോൾ 1 നിര അല്ലെങ്കിൽ 3 നിര അല്ലെങ്കിൽ 5 നിര, അങ്ങനെ ഒറ്റ സംഖ്യയിലാണ് അത്ര ഉണ്ടാക്കാറ്. പശുമ്പായി ഉണ്ടാ? അതെയാ? ഓ, 2 ബേണ്ടോ? ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒരേ ഇതിൽ തന്നെ, പക്ഷേ വേറെ വേറെ തീമുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെ ദേവിയുടെ മുന്നിൽ കനലക്കൂടെ നടക്കുന്ന രീതിയിൽ കുറേ ആൾക്കാർ തൊഴുത് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇങ്ങനെ ഒരു ടാബ്ലൊക്കെ മാതിരി സെറ്റ് ചെയ്യില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ ഒരു ഗണപതി വിഗ്രഹം, എല്ലാവരും തൊഴുത് നിൽക്കുന്നു, പാട്ടുകൾ പാടുന്നു, അങ്ങനെ. പിന്നെ ഒരു വിദ്യാലയം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇങ്ങനെ ABCD ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടികൾ ഇരിക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി വിൽക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാർ, വീടുകൾ കാണാം. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റോറീസ് മാതിരിയാണ് കാണുന്നത്, നമുക്ക് തോന്നുന്നത്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാണുന്ന സമയത്ത്. പിന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പാട്ട് പാടാനോ എന്തിനോ ഇരിക്കുന്നു. പിന്നെ ഒരു കല്യാണ വീടൊക്കെ കാണാനുണ്ട്, കല്യാണ പന്തലിൽ ചെക്കനും പെണ്ണും ഒക്കെ ഇരിക്കുന്നു. അങ്ങനെ ഓരോ സെക്ഷനും വേറെയാണ് കേട്ടോ. അങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ അങ്ങനെ വെച്ച ഒരു രീതിയല്ല, ഓരോന്നിനും ഓരോ കഥകളാണെന്ന് പറയില്ലേ, അങ്ങനെ. ഇതിപ്പോൾ കണ്ടോ, വഞ്ചിയിൽ ഇങ്ങനെ പോകുന്നത്. മേ ബി ഇതിനെന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ. പക്ഷെ നമുക്ക് ഓരോന്നും ഡിഫറെൻറ്റ് കഥകളാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ ഇരിക്കുന്നതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാവുന്നേ ഉള്ളൂ. അതിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബുക്കിംഗ് ആയത് അവർ പറയും, ഒരുവിധമെല്ലാം ബുക്കിംഗ് ആയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിൽ ക്രേസ് ഉള്ളവർ
ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നേരിട്ട് പോയി കാണുന്നതിൻ്റെ ഒരു എഫക്റ്റും ഈ വീഡിയോയിൽ കാണുമ്പോഴും വ്യത്യാസമുണ്ട് കേട്ടോ. അവിടെ പോയി ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ലൈറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ നേരിട്ട് പോയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പോകുന്ന സമയത്ത് കുറച്ചധികം നേരത്തെ ഇറങ്ങി കഴിഞ്ഞു വെച്ചാൽ നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ലേറ്റായ കാരണം 8 മണി കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അത് കാരണം കൊണ്ട് ഇവിടെ മാത്രമാണ് അടയ്ക്കാത്തുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അടച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും